So just before we get into the class, നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തൊന്ന് റിവൈൻഡ് ചെയ്യാം. എനിക്ക് ഈ അറ്റ് ദിസ് ജങ്ചർ ഞാൻ നിങ്ങളെ ഇന്ന് ഫീഡ്ബാക്ക് ആവശ്യപ്പെടാണ്. ക്ലാസ്സിനെ പറ്റിയുള്ള ഫീഡ്ബാക്ക് അല്ലെങ്കിൽ ക്ലാസ്സിന്റെ ലെവൽ, ലൈക്ക് ഞാനിപ്പോ പോകുന്നത് ഒരു ബിഗിനേഴ്സ് ടു ആവറേജ് ലെവലിലാണ് ഇപ്പൊ ക്ലാസ് എടുക്കുന്നത്. സോ എനിക്ക് അറിയില്ല, ഡസ് ദിസ് സൗണ്ട് ടു സിമ്പിൾ ഫോർ യു, എനിക്ക് അറിയില്ല. സോ നിങ്ങളുടെ ഫീഡ്ബാക്ക് നിങ്ങൾ അയച്ചു കഴിഞ്ഞാൽ നന്നായിരിക്കും. കാരണം ഞാൻ ഏത് ലെവലിലാണ് പോകുന്നത്, ഇപ്പം ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഒരു മീഡിയം ബിഗിനേഴ്സ് ടു മീഡിയമിലാണ് ഐ ആം എ ലിറ്റിൽ ബിറ്റ്. ബിക്കോസ് ഞാൻ നിങ്ങൾ അയച്ചെന്ന് എല്ലാവരും ഗൂഗിൾ ഫോമിൽ രജിസ്റ്റർ ചെയ്തെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ രജിസ്റ്റർ ചെയ്തപ്പം when I looked at the exams you were preparing for, most of the students, most of the members has written LDC. അപ്പോ LDC എന്ന് കണ്ടതുകൊണ്ടാണ്, LDC എന്ന് പറയുമ്പോൾ അപ്പൊ കൂടുതൽ പേര് LDC ആയതുകൊണ്ട് ഞാൻ ബിഗിനേഴ്സ് ലെവലിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്തത് അതുകൊണ്ടാണ്. ബട്ട് ഇൻ കേസ് നമുക്ക് സമയം ഉണ്ടെങ്കിൽ ഈ പോർഷൻസ് കഴിഞ്ഞ് രണ്ടാമത് ഈ ടോപ്പിക്സിന്റെ ഇന്റർമീഡിയറ്റ് ലെവൽ അല്ലെങ്കിൽ ടു ദ ഹാർഡസ്റ്റ് ലെവൽ നമുക്ക് പോകാവുന്നതേ ഉള്ളൂ. സോ ലെറ്റ് മീ നോ ഇഫ് ദർ ഇസ് എനി ഫീഡ്ബാക്ക് ദാറ്റ് യു വാണ്ട് ടു ടെൽ. സോ ലെറ്റ്സ് ഗോ അഹെഡ് വിത്ത് ടുഡേസ് ക്ലാസ്. സോ പ്രോനൗൺസ് ആണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. So then we discussed what is a pronoun, and nammal parnu personal pronouns undu, adile first person, second person, third person. First person I, we, second person you, third person he, she, they. Nammal parnu there is something when there are personal pronouns, there is something called impersonal pronouns. Adayithu it oru noun ine represent cheyyade irikkumbol adine nammal it ennu parayum, and that's an impersonal pronoun because there is no, it stands for no noun. That's why it's called an impersonal pronoun. Yeah. And then we discussed singular, plural pronouns, first person, second person. And then we said good manners. I said this is also very important because you and I, you and he, Hari and I, he and I വരുമ്പോൾ I എപ്പോഴും അവസാനം, you ആണ് വരുന്നതെങ്കിൽ you എപ്പോഴും ആദ്യവും വരും. So പിന്നെ possessive pronouns നെ പറ്റി പറഞ്ഞു. My വരുമ്പോ mine, your, yours, his, her, hers, our, ours, their, theirs. This is my book, this book is mine. This is his book, this book is his. This is their house, the house is theirs. And we have reflexive pronoun, അതായത് നമ്മൾ പറയുന്ന ഒരാളെ നൗണിനെ റിഫ്ലക്ട് ബാക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിഫ്ലെക്സീവ് pronoun എന്ന് പറയുന്നത്. നമ്മൾ പറഞ്ഞു Tim hurt himself when he fell off his bike. അതായത് ടിമ്മിനെ തന്നെ റിഫ്ലക്ട് ബാക്ക് ചെയ്യുന്നതുകൊണ്ടാണ് ഹിംസെൽഫ് എന്ന് യൂസ് ചെയ്യുന്നത്. ആൻഡ് ദെൻ വി സെഡ് എംഫാറ്റിക് പ്രോനൗൺസ്. അതായത് എംഫാറ്റിക് പ്രോനൗൺസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എംഫസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഐ മൈസെൽഫ് കുക്ക് ദ ഫുഡ് ഓർ മൈ മദർ ഹെർസെൽഫ് മേക്ക് ദ കോഫി എന്ന് പറയുമ്പോൾ എംഫാറ്റിക് പ്രോനൗൺ, എംഫസിസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എംഫാറ്റിക് പ്രോനൗൺ. ഇത് തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ റിഫ്ലെക്സീവ് പ്രോനൗണിൽ അത് വേർബ് കഴിഞ്ഞിട്ടാണ് വരിക. ആൻഡ് ഇൻ കേസ് ഓഫ് എംഫാറ്റിക് പ്രോനൗൺ it comes after the subject or at the end of the sentence. Yeah. And then we have demonstrative pronouns. Demonstrative pronouns എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് പോയിന്റ് ഔട്ട്, ഒബ്ജക്ട്സിനെ പോയിന്റ് ഔട്ട് ചെയ്ത് പറയുന്നതിനാണ് demonstrative pronouns. This, that, those, than. This is a present from my uncle. This class was better than the last class, something of that sort. And then we have indefinite pronouns. കാരണം general ആയിട്ട് universal ആയിട്ട് പറയുന്ന none, some, one, somebody, some എന്നൊക്കെ പറയുന്നതിന് indefinite, because we are using in a universal, general ആയിട്ട് പറയാണ്. One must not boast of one's success. God helps those who help themselves. So it's all universal things. You are not indicating one particular person, and that's why it's called indefinite pronoun. And then we have someone, anywhere, and everybody else. നമ്മൾ പറഞ്ഞു someone, somewhere. ഇതും വളരെ indefinite ആണ്. Anybody can be anybody on this earth. So all, most, and some, they are also indefinite because they are all very subjective. അതായത് all, most of, some എന്നൊക്കെ പറയുമ്പോൾ അത് എന്താണ് എന്നുള്ളത് നമുക്ക് ഒരു ജനറൽ ആയിട്ടുള്ള കാര്യമാണ്, അത് സ്പെസിഫിക് അല്ല. ആൻഡ് ഡിസ്ട്രിബ്യൂട്ടീവ് pronoun എന്ന് പറയുമ്പോൾ each, either, neither is called distributive pronouns. And we made a difference between each and every, and each other, one another, and someone else. And we also saw an example regarding to that. Yeah. So, and we also discussed interrogative pronouns.
അതായത് ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന പ്രൊനൗൺസ്, അതായത് 5W 1H ഹൗ ഇല്ല, ഹൗ ഇസ് നോട്ട് ദർ, സോ പ്രോബബ്ലി 5W. 5Ws are used as interrogative pronouns. And then you have relative pronouns. So yeah, so today's class we'll deal with relative pronouns. Relative pronouns nu parna kayinal who, whom, whose, what, which, that. Adayithu ee 6 words neyana relative pronouns nu paraya. It's used after nouns. Nouns കഴിഞ്ഞിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ഹൂ ആൻഡ് ഹും എന്ന് പറയുമ്പോൾ നമ്മൾ പേഴ്സൺസിനെ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്, ആൾക്കാരെ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹും എന്ന് പറയാം. ഫോർ എക്സാമ്പിൾ, I met the boy who met with an accident. I met the boy who met with an accident. അവിടെ നമ്മൾ ഹു ആരെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ആ ആക്സിഡന്റ് പറ്റിയ കുട്ടീനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. So it is indicative of a person. And now that and whose എന്ന് പറഞ്ഞാൽ it can be people, it can be objects, it can be birds, it can be animals. Okay, so for example, I can say I got that pen which his uncle brought from Singapore. Okay, that pen, that pen which his uncle got from Singapore. That is also used for people as well as a superlative degree. I met that person who won the award. Award kitte aale njan kandu. Okay, so these are relative pronouns. And then we have some more examples. I met Hari. Hari had just, oh sorry, I met Hari. I'm sorry. I met Hari. Hari had just returned. Now when I say I met Hari, Hari had just returned എന്ന് പറയുമ്പോൾ Hari repeat ചെയ്യാണ് അല്ലേ? I have found the pen. I had lost the pen. ഇത് രണ്ടും എന്താണ്? ഞാൻ പെന്ന് റിപ്പീറ്റ് ചെയ്യാണ്. The word pen, I am repeating the word pen. Here is the book. You lend me the book. Here also I am repeating the word the book. അപ്പൊ നമ്മൾ എന്താ പറഞ്ഞ പ്രൊനൗൺസ് എന്തിനാ യൂസ് ചെയ്യുന്നത്? ഈ വേർഡ് റിപ്പീറ്റ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് പ്രൊനൗൺസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. Now how will we transform these sentences with the help of a pronoun? I met Hari who had just returned. I met Hari who had just returned. I have found the pen which I had lost. Here is the book that you lent me. ഇവിടെ ഇപ്പൊ ഹരി എന്ത് ചെയ്തു? റിപ്പീറ്റ് ചെയ്തിട്ടില്ല. I met Hari who had just returned is same as I met Hari, Hari had just returned. Okay, I have found the pen, I had lost the pen. ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയ പെൻ എനിക്ക് തിരിച്ചു കിട്ടി. Here is the book, you lend me the book. അതായത് ഇതാണ് നീ എനിക്ക് തന്ന ബുക്ക്. Okay, now yeah, let's go to the first example. I met Hari and Hari had just returned. I met Hari who had just returned. Now who is replacing Hari in the second sentence, right? Now who is called a relative pronoun because it refers or relates to some noun going before, which is called the antecedent. Idan antecedent enna പറഞ്ഞ term is very important in relative pronoun because ഇവിടെ നോക്കൂ, ഹരി എന്നുള്ളത് ആണ് noun. ഹരി, I met Hari എന്ന് പറയുന്നത് ഹരിയാണ് അവിടുത്തെ noun. ഈ ഹരിനെ റീപ്ലേസ് ചെയ്തിട്ടാണ് ഏത് pronoun വന്നത്? who എന്ന് പറയുന്ന relative pronoun വന്നത്. So Hari is the antecedent. Okay, so Hari is called the antecedent. അതായത് ആരെയാണോ നമ്മൾ റിലേറ്റ് ചെയ്യുന്നത് അയാളെയാണ് ആന്റിസിഡന്റ് എന്ന് പറയാം. It can be a person, it can be thing, it can be an object, it can be as well as a sentence. Okay, now look at the examples. Who, okay, who persons only. Who എന്ന് പറയുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമേ യൂസ് ചെയ്യുള്ളൂ. Now for example, the man who is honest is trusted. The man who is honest is trusted. അതായത് സത്യസന്ധമായ ഏതൊരു മനുഷ്യനെയും നമ്മൾ വിശ്വസിക്കും. Okay, the man who is honest is trusted എന്ന് പറയുമ്പോൾ the man is singular there. Okay, now ഈ who എന്തിനു യൂസ് ചെയ്യാം? പ്ലൂറലും യൂസ് ചെയ്യാം. For example, they never fail who die in a great cause. They never fail who die in a great cause എന്ന് പറയുമ്പോൾ who die. ഇവിടെ ആന്റിസിഡന്റ് ആരാണ്? noun ആരാണ്? they നെ represent ചെയ്തിട്ടാണ് who വരുന്നത്. അതുകൊണ്ട് they is the antecedent and they is plural. Okay, now for example, whose. whoന്റെ കൂടെ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു കാര്യമാണ് whose. It is the genitive form of who is used in speaking of persons but sometimes of things without life. അതായത് ചിലപ്പം ആൾക്കാരെ പറ്റി പറയാൻ നമ്മൾ യൂസ് ചെയ്യും, ചിലപ്പം
ജീവൻ ഇല്ലാത്ത വസ്തുക്കളെയും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടും ഹൂസ് പറയും. ഫോർ എക്സാമ്പിൾ ഒന്ന് നോക്കൂ, the sun whose rays give life to the earth was regarded by the ancients as a god. അതായത് സൂര്യൻ നമുക്ക് റേസ് തന്നിരുന്ന സൂര്യനെ നമ്മള് ദൈവമായി, പണ്ടത്തെ ആൾക്കാർ ദൈവമായി കണക്കാക്കിയിരുന്നു. ഓക്കെ, ഹൂസ് റേസ്, ദ സൺ ഇസ് എൻ ഇന്നാനിമേറ്റ് ഒബ്ജക്ട്, അതായത് നീങ്ങാൻ പറ്റാത്ത ഒരു ഒബ്ജക്റ്റ് ആണ് സൺ ഇവിടെ. പക്ഷെ സണ്ണിന് നമ്മൾ എന്ത് ചെയ്തു, ഇവിടെ ഹൂസ് യൂസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഐ ഹോപ്പ് ഹൂ ഇസ് ക്ലിയർ. അതായത് ഇറ്റ് ക്യാൻ ബി യൂസ്ഡ് ഫോർ എ പേഴ്സൺ, ഇറ്റ് ക്യാൻ ബി സിംഗുലർ ആസ് വെൽ ആസ് പ്ലൂറൽ, ആൻഡ് ഹൂസ് ഇസ് യൂസ്ഡ് ഫോർ ആൾക്കാരെയും ഈ പറയാൻ യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, ഐ മെറ്റ് ദ ടീച്ചർ whose son is my friend. I met the teacher whose son is my friend. അപ്പൊ whose എന്തിനു യൂസ് ചെയ്യാം? ആൾക്കാർക്കും യൂസ് ചെയ്യാം, inanimate objectsനും യൂസ് ചെയ്യാം. Now we have the second relative pronoun, which is which. Things without life or for animals. അതായത് ജീവൻ ഇല്ലാത്ത സാധനങ്ങൾക്കും ആനിമൽസിനും വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? which യൂസ് ചെയ്യും. ഫോർ എക്സാമ്പിൾ, the moment which is lost forever. അതായത് നഷ്ടപ്പെട്ട സമയം എപ്പോഴും നഷ്ടപ്പെട്ടതാണ്, അതായത് forever നഷ്ടപ്പെട്ടതാണ്. സമയം പോയത് തിരിച്ചു വരില്ല എന്ന് പറയുന്ന പോലെ this moment which is lost forever. ഇവിടെ എന്താണ്? it is moment, the antecedent is moment. നമ്മൾ മൊമെന്റിനെ പറ്റിയാണ് പറയുന്നത്, അതുകൊണ്ട് അത് antecedent ആണ്. Now the horse which I got recently is from Mumbai. ഞാൻ ഹോഴ്സിനെ പറ്റിയാണ് പറയുന്നത്. ഹോഴ്സ് ഞാൻ അടുത്ത് വാങ്ങിച്ച ഹോഴ്സ് മുംബൈയിൽ നിന്നാണ്. So the antecedent is horse. So it is an animal. Now which can also refer to a sentence. Animalsum inanimate objectsum മാത്രമല്ല which ഒരു സെന്റൻസിനെയും റെപ്രസെന്റ് ചെയ്യും. For example, okay, it is not the main, it was the man. Okay, one second, I'll just change that. The man was said to be drunk, which was not the case. The man was said to be drunk. ഇവിടെ antecedent എന്താണ്? which was not the case. അതായത് the man was drunk എന്നാണ് പറഞ്ഞത്, പക്ഷെ അതല്ലായിരുന്നു. അപ്പൊ ഈ which എന്ന് പറയുന്നത് എന്തിനാ യൂസ് ചെയ്യുന്നത്? the man was said to be drunk എന്ന് പറയുന്ന entire sentenceനെയാണ് represent ചെയ്യുന്നത്. So the entire sentence is supposed to be an antecedent. Okay, he is here, which is very fortunate. He is here, which is very fortunate എന്ന് പറയും. He is here, ആ സെന്റൻസിനെയാണ് which represent ചെയ്യുന്നത്. So he is here is the antecedent here. Yeah. So now I have the next relative pronoun, that is that. Persons and things, ആൾക്കാരെയും സാധനങ്ങളും യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് that യൂസ് ചെയ്യും. Now this is the boy that I told you of. This is the boy that I told you of. ഞാൻ പറഞ്ഞ കുട്ടി, ഞാൻ നിങ്ങളോട് പറഞ്ഞ കുട്ടി ഇതാണ്. I know the house that he lives in. അയാൾ താമസിക്കുന്ന വീട് എനിക്ക് അറിയാം. I have lost the watch that you gave me. നിങ്ങൾ തന്ന വാച്ച് എനിക്ക് നഷ്ടപ്പെട്ടു. He is the most eloquent speaker that I've ever heard. ഞാൻ ഇതുവരെ കേട്ടിട്ടുള്ള സ്പീക്കേഴ്സിൽ ഏറ്റവും നല്ല eloquent speaker ആരാണ്? അയാളാണ്. Okay, so that is used for person as well as things. Now I'm talking about the next relative pronoun, that is what. What refers to things only. സാധനങ്ങൾ മാത്രമേ what refer ചെയ്യുന്നുള്ളൂ. It is used without an antecedent expressed and it is equivalent to that which. അതായത് antecedent ഉണ്ടായിക്കൊള്ളണം എന്നില്ല. Okay, and ഈ word what എന്ന് പറയുന്ന word എന്തിനെയാണ് മീൻ ചെയ്യുന്നത്? that which എന്നുള്ളതിനെയാണ് represent ചെയ്യുന്നത്. For example, I mean what I say. ഞാൻ പറയുന്നത് I mean it. Okay, I mean that which I say. രണ്ടും കറക്റ്റ് ആണ്. ഓക്കെ, വാട്ട് ഇസ് ഡൺ കനോട്ട് ബി അൺഡൺ. ചെയ്തത് നമുക്ക് തിരുത്തി ചെയ്യാൻ പറ്റില്ല. I can replace it with that which is done cannot be undone. Okay, now look at the third sentence. He found what he was looking for. അതായത് എന്തോ തപ്പിക്കൊണ്ട് നടക്കായിരുന്നു, അത് കിട്ടി. Now I'm replacing it with that which. He found that which he was looking for. Okay, give careful heed to what I say. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കൂ എന്നാണ് പറയുന്നത്.
So give careful heed to that which I say. Appa that which ennulladine represent cheyan vendittana what use cheya. What as a relative pronoun. Okay, what as an interrogative pronoun allengil what as a interrogative term is different from what is used as a relative pronoun. Relative pronoun ennu parayumbom that which nu pagarana what use cheya. Please listen to what I have to say, or please listen to what I want to say. Now the next relative pronoun is as. It is used as a relative pronoun after such or sometimes after the same. Okay, such കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ same കഴിഞ്ഞിട്ട് use ചെയ്യും in the as എന്ന് പറയുന്ന word. Okay, these mangoes are not as such as I bought yesterday. ഞാൻ ഇന്നലെ വാങ്ങിച്ച മാതിരി അല്ല ഇപ്പൊ ഈ മാങ്ങ എന്നാണ് ഉദ്ദേശിക്കുന്നത്. It is not as I bought yesterday. കാരണം നോക്കൂ, അത് such കഴിഞ്ഞിട്ടാണ്. His answer was such as I had expected. Now, his answer was such as I had expected. ഞാൻ ഉദ്ദേശിച്ച മാതിരിയായിരുന്നു അയാളുടെ ആൻസർ. This is not the same as that. This is not the same as that. ഇപ്പൊ ഉള്ളത് പഴയ മാതിരി അല്ല. My trouble is the same as yours. നിങ്ങളുടെ അതേ trouble തന്നെയാണ് എനിക്കും. Okay, so we use as. Now, the same as എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതേപോലെ. Okay, the same as എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ this of the same kind. The sari that you got yesterday is the same as that of my mother. അതായത് ഒരേ മാതിരി. Okay, now the same as that, the sari that you bought yesterday is same as that of my mother. അമ്മയുടെ തന്നെയാണ്, like nearly no difference. Okay, it's one and the same. Yeah, now I come to the next relative pronoun. But is used as a relative pronoun but after a negative. അതായത് ഇത് പഴയ antique അല്ലെങ്കിൽ ancient യൂസിന് വേണ്ടിയിട്ടായിരുന്നു ഈ but relative pronoun ആയിട്ട് യൂസ് ചെയ്യുക. For example, the word but after a negative often has the force of relative pronoun. അതായത് ഒരു നെഗറ്റീവ് സെന്റൻസിനെ, അതായത് ഇപ്പൊ there is no rose, that's a negative sentence. Negative sentence ആണ് not ഉള്ളത്. Okay, so the word but after a negative often has the force of a relative pronoun. There is no rose but has some thorn. ഇത് പണ്ട് ancient use ആണത്. അതായത് there is no rose without a thorn. അതാണ് ഉദ്ദേശം, അതാ പറയാൻ ഉദ്ദേശിച്ചത്. There is no man but knows these things. അതായത് there is no man who doesn't know these things. അതായത് there is no rose which has no thorn. അതാണ് അർത്ഥം വരുന്നത്. നിങ്ങൾ നോക്കൂ, ബട്ടിന്റെ അർത്ഥം who not to ആവാം, which not to ആവാം. For example, there is no rose which has no thorn. There is no man who doesn't know all these things. അതിനു വേണ്ടിയിട്ടാണ് but അവിടെ യൂസ് ചെയ്തത്. This ancient use. We don't use it these days. Yeah. Now, omission of the antecedent. ചില കേസസിൽ നമ്മൾ എന്ത് ചെയ്യുന്ന പറയാം, അതായത് ഈ പ്രോവേർബ്സ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ നമ്മുടെ ആന്റിസിഡന്റ് മാറ്റും. Even in poems, when we are reading poems, you remove the antecedent. അതായത് ഒരു സ്റ്റൈൽ to bring this fine ആക്കാൻ, poem finesse കിട്ടാൻ വേണ്ടിയിട്ട് you omit the antecedent. Now, who works not shall not eat. Sorry, who works not shall not eat. ഇത് കണ്ടാൽ തന്നെ അറിയാം ആർക്കൈക് ലാംഗ്വേജ് ആണ്, പണ്ടെങ്ങാണ്ട് പോയത്തിൽ യൂസ് ചെയ്താണ്. Who works not shall not eat. അതിനർത്ഥം the one who doesn't work won't get anything to eat. അതായത് വർക്ക് ചെയ്യാത്ത ആൾക്കൊന്നും കിട്ടില്ല എന്നാണ് പറഞ്ഞത്. അപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ ഒരു ആന്റിസിഡന്റ് ഇല്ല. There is no antecedent here. He who doesn't work can't eat. അതാണ് ഉദ്ദേശിച്ചത്. അപ്പൊ he അവിടെ ഇല്ല. So there is no antecedent there. Now I have whom the gods love die young. Whom the gods love. Here there is no antecedent here. Those who are loved by the god are die fast or die young. അപ്പൊ ഉദ്ദേശിക്കുന്നത് those who love or those who are loved by God. പക്ഷെ എന്താണ് അവിടെ ആന്റിസിഡന്റ് ഇല്ല. Who steals my purse steals trash. അതായത് ആരാണ് എന്റെ പേഴ്സ് അടിച്ചുകൊണ്ട് പോകുന്നത്? He steals trash because എന്റെ പേഴ്സിൽ കാര്യമായിട്ട് പൈസ ഒന്നുമില്ല, അത് ആവശ്യമില്ലാത്ത പേപ്പേഴ്സ് ആണുള്ളത്. So whoever steals my purse is stealing trash. So here also there is no antecedent. So in certain cases we don't have an antecedent. Antecedent ആണ് noun ഇല്ല. Position of the relative pronoun. നമ്മളില്ലേ relative pronoun എപ്പോഴും place ചെയ്യേണ്ടത് എവിടെയാണെന്നറിയോ? It needs to be placed near to the antecedent. For example, the boy who won the prize in English is the son of my friend Mr. Joshi. അതായത് the boy
apparently he won the prize in English. അതായത് ഇംഗ്ലീഷിന് പ്രൈസ് കിട്ടിയ ആള് എന്റെ ഫ്രണ്ടിന്റെ മകനാണ്. ഓക്കെ, അപ്പൊ അത് എവിടെ വേണമെന്നാ പറയുന്നത്? നമ്മള് റിലേറ്റീവ് പ്രോനൗൺ അവിടെ എവിടെയാണ്? ഹൂ ആണ്. ഹൂ എവിടെ വരണം? ആന്റിസിഡന്റിന്റെ അടുത്ത് വരണം. ആന്റിസിഡന്റ് എന്താണ്? ദ ബോയ്. ഓക്കെ, ഞാൻ ഏത് കുട്ടീനെ പറ്റിയാണ് പറയുന്നത് അതാണ് ആന്റിസിഡന്റ്. ഏത് നൗണിനെ പറ്റിയാണ് പറയുന്നത് അതാണ് ആന്റിസിഡന്റ്. ഐ എം ടോക്കിംഗ് വിത്ത് ദ ബോയ്, സോ ദ ബോയ് ഇസ് ആന്റിസിഡന്റ് ഹിയർ. The boy who won the prize in English is the son of my friend. And most people mistake it to be saying like this: the boy is the son of my friend Mr. Joshi who won the prize. അത് പറയുന്നത് അങ്ങനെ പറയുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ it creates ambiguity. Okay, so the boy is the son of the boy who won the prize. അപ്പൊ ആന്റിസിഡന്റ് അടുത്താണ് relative pronoun വെക്കേണ്ടത്. For example, one more example I can give you. The student who got the award best student of the year is my mother's daughter. My mother's friend's daughter. So when I say the boy who won the prize or who got the best students award, ഇനി അത് ഞാൻ എങ്ങനെ പറയരുത്? The boy, the girl who is my mother's friend's daughter is the one who won the award. അങ്ങനെ പറയരുത്. The girl who won the best students award is my mother's friend's daughter. Yeah. Now I have the last slide for today. Yeah. Pronouns formed by adding ever, so or soever to which, who, what are called compound relative pronouns. നമ്മളിത് പറഞ്ഞതാണ്. So pronouns formed whoever, whoso, whosoever, whichever, whichsoever, whatever, whatsoever. അതായത് ever, so ever എന്നൊക്കെ യൂസ്, who, which, whatനോട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കോമ്പൗണ്ട് റിലേറ്റീവ് പ്രൊനൗൺസ് ആണ്. ഐ റിപ്പീറ്റ്, who, which, whatനോട് ever, so or soever യൂസ് ചെയ്ത് കഴിഞ്ഞാൽ that becomes compound relative pronoun. Now, yeah, we have the words whoever, whoso, whosoever, whichever, whichsoever, whatever, whatsoever. Now, look at the examples. Whoever comes is welcome. ആര് വന്നാലും സ്വീകരിക്കും. Take whichever you like. ഇതിൽ ഏതെങ്കിലും whichever you like, take it. ഏതെങ്കിലും എടുത്തോളൂ, whichever you like. I'll take with me whomsoever you choose. നിങ്ങൾ ചൂസ് ചെയ്ത് ആരായാലും ഞാൻ എടുക്കും. Okay, they are called compound relative pronouns. Yeah. Is it അപ്പം relative pronouns ഇവിടെ കഴിയാണ്. Is it all good? Can we go to the previous year's question papers? Yeah. So I think all is good. So everybody get ready. നമുക്ക് chat answers. Okay. The first question is, we saw the dog dash worried the cat. We saw the dog dash worried the cat. Can I have the answers on chat box? നമ്മൾ നേരത്തെ പറഞ്ഞാണ് റിലേറ്റീവ് പ്രൊനൗൺസിൽ ആനിമൽസ് വരുമ്പോൾ ഇതാണ് യൂസ് ചെയ്യാന്ന്. Can I have answers in the chat box? Yeah, one second. Yeah, which, correct. The answer is which. Animals വരുമ്പോൾ which ആണ് വരാന്ന് നമ്മൾ നേരത്തെ പറഞ്ഞു. Now the second question is, I know dash you mean. This is a common usage. I know dash you mean. I know. Yeah, I know what you mean. These were previous LDC questions. Yeah. Hari spoke to the soldier dash arm was in a sling. Yes, what is the correct answer? Now we will go to the third question. Hari spoke to the soldier dash arm was in a sling. Hari spoke to the soldier. Okay, I got only two answers. Yes, the correct answer is Hari spoke to the soldier whose arms was in a sling. Fourth question, I know a man dash has a wooden leg. I know a man dash has a wooden leg.
I know a man who has a wooden leg. Okay, all good. He's a cowardly boy dash we all despise. Despise na ishtalata. He's a cowardly boy dash we all despise. He's a cowardly boy. Yeah. Yes, the correct answer is whom we despise. The moment dash is much awaited has come. Yes, the correct answer is whom. Now the moment dash, I'm not able to see, is much awaited. The moment dash is much awaited has come. The moment I got only 2 answers. Yes, absolutely correct. The moment that is much awaited has come. Chelare which na ezhudittunde, but the answer is that. The moment that is much awaited has come. Which is much awaited nu parayilla. The boy dash committed the crime was expelled. The boy dash committed the crime was expelled. Yeah. Can I have the answers? The boy. Yes, the boy who committed the crime was expelled. Then I have, yeah. Yes, the boy who committed the crime. That was dash I meant. That was dash I meant. That is dash I meant. That is, yeah. That is what I meant. Yes, correct. Now, without his help, I couldn't reach dash I am today. Without his help, I wouldn't reach dash I am today. Yeah. No. Okay. This had a lot of different answers. Okay. Then I think I should wait. This, without his help, I wouldn't reach where I am today. Where I am today. Nobody knows dash he is. Nobody knows this. Nobody knows. Nobody knows dash he is. Nobody knows dash he is. Yeah, the correct answer is nobody knows what he is. Okay. Yeah. Okay. I have some more questions. Actually, yeah. So, can I have the answers? Okay. First question. We always like the boys dash speak the truth. We always like the boys dash speak the truth. You don't have options. So, we always like the boys. ആരെപ്പറ്റിയാണോ പറയുന്നത്? Okay, I have very different answers. We like the boys dash speak the truth. അതായത് സത്യം പറയുന്ന ആൺകുട്ടികളെ ഇഷ്ടമാണ്. അതായത് ആരാണോ സത്യം പറയുന്നത്, അപ്പൊ ആരാണോ എന്നുള്ളതിന് ഇംഗ്ലീഷ് എന്താണെന്ന് ആലോചിക്കൂ. Yes, the answer is who. We always like the boys who speak the truth. Many of them has given the answer what, which is not correct. അപ്പൊ അതൊന്ന് മലയാളീകരിച്ച് നോക്കുക സെന്റൻസ്, എന്നിട്ട് അതിന്റെ ഇംഗ്ലീഷ് ഫോം എഴുതുക. Okay. Where is the book dash I gave you? Where is the book dash I gave you? This can be 2 answers. I can accept both. Yes, both are correct. I got only 2 answers. Yes, that and which. Correct. Where is the book that I gave you, or where is the book which I gave you? The third question, God helps those dash help themselves. Either a proverb, so most probably people will get, yeah. God helps those. I think there's so much of confusion between who, whom, whose. God helps those who help themselves. God ആരെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്? അതൊന്ന് മലയാളീകരിച്ച് നോക്കൂ. ദൈവം. Yeah.
സോ ദൈവം ആരെയാണോ ഹെൽപ്പ് ചെയ്യുന്നത്, ദൈവം സ്വന്തം ഹെൽപ്പ് ചെയ്യുന്നവരെ ഹെൽപ്പ് ചെയ്യും. അപ്പൊ ആരെയാണോ, ദാറ്റ് ഇസ് ഹൂ. ഓക്കെ, നോട്ട് പാസ്വേഡ് ഇസ്, നോട്ട് പാസ്വേഡ് പറയാൻ പറ്റുമോ, പ്രോ 101 ആയിരുന്നു. പ്രോനൗൺസിന്റെ PRO 101. ഐ ജസ്റ്റ് റൈറ്റ് ഇറ്റ് ഡൗൺ. സോ can you go ahead with the fourth question? He dash his best shall be praised. He dash does his best shall be praised. Writing the note password. Yeah. Fourth question, he dash his best shall be praised. I'm not getting any answers. He dash does his best shall be praised. At least one answer. Yeah. He who does his best shall be praised. Fifth question, do the same dash I do. Do the same dash I do. നമ്മൾ അവസാനം പറഞ്ഞ റിലേറ്റീവ് പ്രൊനൗൺസിൽ ഒന്നാണ് അതിന് ആൻസർ. Do the same. No, it is not an interrogative pronoun. It is not an interrogative pronoun. Do the same. നമ്മൾ അവസാനം പറഞ്ഞൊരു റിലേറ്റീവ് pronoun ആണ്. Do the same as I do. Do the same as I do. And sixth one, a lady dash I know nursed the child. A lady dash I know nursed the child. എനിക്ക് അറിയാവുന്ന ഒരു ലേഡിയാണ് ആ കുട്ടീനെ നഴ്സ് ചെയ്തതെന്നാണ് പറയേണ്ടത്. A lady. A lady. A lady. Correct. A lady whom I know nursed the child. Now I have the seventh question. Please recite dash you have learned. Please recite dash you have learned. Please recite. Please. Yeah, I think both can be accepted. Like, please recite that you have learned. Please recite what you have learned. But yeah, both are active. My uncle dash I loved is dead. My uncle dash I loved is dead. My uncle dash I loved is dead. My uncle whom I loved is dead. My uncle whom I loved is dead. Yeah, it's whom. Yes, correct. I have some more questions. I have a different set of questions actually. Okay, so if you can, സമയമില്ല, less than 1 minute ആണ്. അപ്പൊ തീരും. നിങ്ങൾ എന്തായാലും ഇത് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക, അല്ലെങ്കിൽ we'll start with this thing in the next class. അതായത് ഈ സെന്റൻസസ് ഒരു റിലേറ്റീവ് pronoun ഉപയോഗിച്ചിട്ട് ആൻസർ ചെയ്യാം. Please do it as homework. Then probably next class we can just discuss. First one ചെയ്യാൻ പറ്റുമോ നോക്കാം. I know a man. The man has been to Iceland. അവിടെ ഏത് റിലേറ്റീവ് pronoun ആണ് യൂസ് ചെയ്യുക? Can you rephrase the sentence? I know a man. Yeah, I got the answer. I know a man who has been to Iceland. Can I have the second answer? Show the road leads to Delhi.